മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് പോകാൻ നേരത്ത് പറഞ്ഞു, പോകണമെങ്കിൽ പൊക്കോ, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചിട്ട് പോണം. ഇപ്പൊ അത് തന്നെയാ പറയുന്നത്, ഇത് നിന്റെ നാടല്ല, വേറെ എങ്ങോട്ട് പൊക്കോളാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എന്നെ ഇപ്പൊ പറയണത്, എടാ ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതോ നാട്ടിൽ ജനിച്ചവനെ പൊക്കോ, എല്ലാം ഇവിടെ ഇട്ടിട്ട് പോ, ഗവൺമെന്റ് തന്നിട്ട് പോ. ഇതാ ഇപ്പൊ നടക്കാൻ പോകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആസാമിൽ അതാ നടക്കണ. ഇനി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരും. അല്ലോ ഇപ്പൊ നമ്മോട് പറയും, ഉസ്താദ് കേരളത്തിൽ ഇത് നടക്കൂല. ആരാ പറഞ്ഞ നടക്കൂല? ഇതൊക്കെ ഇങ്ങനെ വരും. ഇതൊക്കെ വരണമല്ലോ. ഇതൊക്കെ വന്നാലല്ലേ മഹദി ഈമാൻ വരത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. വെറുതെയാ മുത്തുനബി പറഞ്ഞ ഹദീസ്, വെറുതെയാ. തല്ലും ഇതിനേക്കാളും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോഴേ ആര് വരത്തുള്ളൂ? മഹദി ഇമാമിന്റെ സഹായം വരൂ. അതിന് പുറകിലെ ഈസാ നബി വരൂ. അതിന് പുറകിലെ എല്ലാം കൂടെ മുകളിലോട്ട് പോകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഒരടി തുടങ്ങുമ്പോഴത്തേക്ക് നിലവിളിയും കരച്ചിലും വിളിയും, എന്താ മനുഷ്യ, എടാ ബാങ്കും വിളിച്ചു, ഇക്കാമത്തും പറഞ്ഞു വിളിച്ചു, ഇനി പള്ളി കൊണ്ടുവെക്കാതിരിക്കുന്ന നിനക്കിനി എന്നാ ഇടിയും ബഹളമൊക്കെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോ ഞാൻ പറയണത് ദഹിക്കണില്ലേ? ഉള്ളത് പറയുമ്പോ അങ്ങനെ, ഉള്ളത് പറയുമ്പോ അങ്ങോട്ട് ദഹിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഞാനും നിങ്ങളും പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. ആ നാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം സഹോദരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലഖദ് കാന ലിസബബിൻ ഫീ മസ്കനിഹിം ആയാ ജന്നതാനി അനിൽ യമീനി വശിമാൽ ഖുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദതൻ തയ്യിബാ. അല്ലാഹുവേ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഏത് നാടെന്നറിയുമോ? അല്ലാഹു ആ നാടിന് ചെയ്ത അനുഗ്രഹം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, ആ നാട്ടിലൂടെ ഒരു പെണ്ണങ്ങാട് പടച്ചവരെ, പഴവർഗ്ഗങ്ങൾ മാത്രമുള്ള ഒരു തോട്ടത്തിലൂടെ ഒരു പെണ്ണ് തന്റെ തലയില് കുട്ട വെച്ചിട്ട് നടന്നു പോയാ അതാ പഴങ്ങൾ വീണിട്ട് ആ കുട്ട പോലും നിറയുമായിരുന്നു. പഴം പറക്കിയെടുക്കേണ്ട കാര്യമില്ല. മരത്തിൽ നിന്ന് പഴം തന്നെ വീണിട്ട് തന്റെ തലയിലിരിക്കുന്ന കുട്ട പോലും നിറഞ്ഞു പോകുന്ന ഒരു നാടുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ്, എല്ലാവർക്കും ആരോഗ്യമാണ്. പടച്ചവനെ, അവിടെ പകർച്ചവ്യാധികളില്ല. ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധിയുമില്ല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലം യകൂന ഫീഹാ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാണ്, ബഹൂദുൻ വലാ ദുബാബുൻ വലാ അഖറബുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവിടെ ഒരു പകർച്ചവ്യാധിയുമില്ല. കാരണം ഈച്ചയാ നാട്ടിലില്ല, കൊതുവാ നാട്ടിലില്ല, തേളാ നാട്ടിലില്ല, പാമ്പാ നാട്ടിലില്ല, ഉപദ്രവശാലികളായ ഒരൊറ്റ ജീവജാലങ്ങളും അവിടെയില്ല. അല്ലാഹുവേ, അവിടെ പനി പരത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് പരത്താനോ പരത്തുന്ന ഒരൊറ്റ ജീവിയുമാ നാട്ടിലില്ല. എല്ലാവരും ആരോഗ്യവാന്മാരാണ്. എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അവിടത്തെ കാലാവസ്ഥ അതിന്റെ അണുക്കളെ നശിപ്പിച്ചു കളയുകയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും സമ്പന്നന്മാരാണ്. പണമില്ലാത്തവരില്ല, അവിടെ കള്ളന്മാരില്ല, അവിടെ കൊള്ളക്കാരില്ല, അവിടെ പിടിച്ചു പറയില്ല, അവിടെ ദാരിദ്ര്യമില്ല. എല്ലാവരും സമ്പന്നന്മാരാണ്. അല്ലാഹു എല്ലാവർക്കും പണം കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരാ, അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്ത നാടായിരുന്നു. പക്ഷേ ആ നാട്ടുകാര് അല്ലാഹനെ മറന്നപ്പോ
പടച്ചവനോട് ധിക്കാരം കാണിച്ചപ്പോ, സർവ്വതും മറന്നുകൊണ്ട് മതിമറന്ന് നടന്നപ്പോ, എന്റെ പ്രിയമുള്ളവരെ 13 പ്രവാചകന്മാരവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. ഒരാളെയും അവരംഗീകരിക്കാൻ തയ്യാറായില്ല. 13 പ്രവാചകന്മാരും പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. അവര് തോന്നിവാസം കാണിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് എല്ലാവരും നടന്നപ്പോ, അല്ലാഹു ആ നാടിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു ആ നാടിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? 70 നദികളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ അണക്കെട്ടവര് കെട്ടിയിരുന്നു. അതായിരുന്നു ആ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അണക്കെട്ടങ്ങ് പൊട്ടിക്കുകയാണ്. ആ നാട് മുഴുവനും നശിച്ചുപോയി. ഒരൊറ്റ വെള്ളത്തിൽ ഒരു ഡാം പൊട്ടിക്കടിഞ്ഞപ്പോ ആ നാട് മുഴുവനും നശിച്ചു പോയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, ഇന്നും ആ നാടുണ്ട് ചെറുപ്പക്കാരാ. ഇന്നാ നാടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? കള്ളിമുള്ളു ചെടികളും അല്ലാഹുവേ കൈക്കുന്ന മരങ്ങളും അല്ലാഹുവേ ശവപ്പറമ്പ് പോലെ പടച്ച റബ്ബ് ഇന്നും ഈ ഭൂമിയിൽ ആ നാടിനെ അല്ലാഹു നിലനിർത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവർ അല്ലാഹുവിനെ മറന്നപ്പോൾ പടച്ച റബ്ബ് അവർക്ക് കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ പടച്ചവനെ നമുക്ക് പടച്ച റബ്ബിന്റെ അദാബുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാവരും ദുരിതങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ ദുരന്തങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതാ തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ, എല്ലാ തകർന്ന് തരിപ്പണമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പടച്ചവനെ ക്യാമ്പുകളുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, അല്ലാഹു സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അല്ല എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? എന്തിനാണ് അല്ലാഹു ഈ പ്രയാസങ്ങൾ തരുന്നത്? എന്തിനാണ് പടച്ചവനെ ദുഃഖങ്ങൾ തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്തിനാണ് അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? നിനക്ക് സമാധാനം തരാത്തത്, നിന്റെ കച്ചവടം നേരെയാകാത്തത്, സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തത്, ഇതിന്റെയൊക്കെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ തരുന്നത് എന്തിനെന്നറിയുമോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്തിനാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്നറിയുമോ? നീ യഥാർത്ഥ വിശ്വാസിയാണോ? നീ ഈമാനുള്ളവനാണോ? നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണോ? നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എങ്ങനെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കുന്നത്? അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്നവനും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരും നല്ല കാര്യം ചെയ്യുന്നവരും ഒരു വിപത്ത് വരുമ്പോ എല്ലാവരെയും ബാധിക്കുന്നു. പെരുന്നാളിന്റെ അന്ന് വരെ എന്റെ പ്രിയമുള്ളവരെ വെള്ളപ്പൊക്കത്തിൽ നിസ്കരിക്കാൻ പോലും കഴിയാതെ, ഇടാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരണവീട് പോലെ ആയ എത്രയോ വീടുകളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ. ഈമാൻ കാര്യം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഞാൻ അള്ളാഹെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിമാണ്. സിറാജുദ്ദീൻ, ഞാൻ ദീൻ, അള്ളാന്റെ ദീനിന്റെ വിളക്ക് എന്റെ പേര്. എല്ലാരും മുസ്ലിമീങ്ങളാ. അപ്പൊ അല്ല ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ, യഥാർത്ഥ മുസ്ലിമാണോ, അതോ കപട വിശ്വാസിയാണോ? എടാ, നാവ് കൊണ്ട് അള്ളാനെ വിശ്വസിക്കുന്നവനാണോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണെന്ന് നബിയനാ റസൂലുള്ളാഹി. തഴമ്പിലും താടിയിലൊന്നും ഒരു കാര്യമില്ലട്ടാ. ഞാൻ പറഞ്ഞത് തഴമ്പിലും താടിയിലൊന്നുമല്ല കാര്യം. ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് അള്ളാഹു ടെസ്റ്റ് ചെയ്യാനാ ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ അള്ളാഹിക്ക് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടൊന്നും അല്ലട്ടാ. അള്ളാഹിക്ക് നിന്നെ വെറുപ്പോ ദേഷ്യം ഒന്നും ഉള്ളത് കൊണ്ടല്ല. അള്ളാഹിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയ മനോഹരമായ നാട്. പണ്ടൊക്കെ ഉരുൾപൊട്ടൽ കേരളത്തിൽ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? വെള്ളപ്പൊക്കം ഇന്നവരാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെള്ളപ്പൊക്കം നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, കാറ്റിനൊക്കെ ഓരോ പേരാപ്പ. ഓക്കി എന്തൊക്കെ പേരാ ഇല്ലേ? ഓരോ പേരുകൾ. കാറ്റിനൊക്കെ ഓരോ പേരുകൾ. കടലൊക്കെ പണ്ടൊന്ന് കടല് കരയിലേക്ക് കയറി വന്നാൽ ഭയം, ഇന്നിറങ്ങിയാലും ഭയം. ഇതൊക്കെ കാലം ഇങ്ങനെ മാറി. ഒരിക്കലും വെള്ളം കയറില്ല എന്ന് കരുതിയ സ്ഥലങ്ങളൊക്കെ ആ വെള്ളത്തിനടിയിൽ. പന്തളത്തൊക്കെ ജീവിതത്തിൽ വെള്ളം വരുമെന്ന് കരുതിയതാണോ? കയറിയില്ലേ? ചെങ്ങന്നൂരും തിരുവല്ലയും എല്ലാം വെള്ളത്തിൽ. എവിടെ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ ഈ പെരുന്നാൾ കഴിയുമ്പോ പടച്ചവനെ വയനാടും നിലമ്പൂരും എല്ലാം പോയില്ലേ? അള്ളാഹു എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ നേരിടുമ്പോ അല്ല ചോദിച്ച എന്തെന്നറിയോ? അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന. അല്ല ചോദിക്കാം, സ്വർഗ ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോ? അതന്നെ അല്ല നമ്മളോട് ചോദിക്കാം. എടാ, സ്വർഗം വെറുതെ അങ്ങ് കേറിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് നീ കരുതിയോ? ഇല്ലടാ അനിയ, സ്വർഗ ഓസിന് കിട്ടൂലടാ. അല്ല പറയുകയാ, ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ വിഷയം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവുമായി ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മക്കക്കാർക്ക് പറയാനൊന്നേ ഉള്ളൂ. 40ാമത്തെ വയസ്സാകുന്നത് വരെ മുത്തുനബിയെ കുറിച്ച് അല്ലമീൻ, അല്ലാഹുവേ, ആരും എത്ര വലിയ മനുഷ്യനും പ്രവാചകനെ കണ്ടാല് ബഹുമാനിക്കുകയാണ്. മുഹമ്മദിനെ കുറിച്ച് നല്ലതല്ലാതെ മക്കക്കാരൊന്നും പറയാറില്ല. ഏത് കാര്യത്തിനും മുഹമ്മദിന്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു. എല്ലാവരും ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന, സത്യസന്ധനെന്ന് വിളിച്ചിരുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിലെ പടച്ചവനെ ഗാറസബുർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുൽ ലദീ അല്ലമ ബിൽ ഖലം. പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഓതി കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ മക്കയിലെ ഖുറൈശികളെ വിളിച്ചിട്ടു. അതാ തന്റെ നാട്ടുകാരെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഏകനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പ്രവാചകനാണ് ഞാനെന്ന് മുത്തുനബി പറയുമ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ച, സത്യസന്ധനെന്ന് വിളിച്ച, എല്ലാവരും ആദരിച്ചിരുന്ന ആ മുത്തുനബി അവര് വിളിച്ചു കള്ളം പറയുകയാ. മുഹമ്മദ് കള്ളനാണ്, മുഹമ്മദിന് പ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാര് മുഴുവനും കുടുംബക്കാര് മുഴുവനും
അള്ളാഹുവിന്റെ പ്രവാചകനെ അവിടുന്ന് കളിയാക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി പ്രബോധനവുമായി ഇറങ്ങി ചെല്ലുമ്പോൾ അള്ളാഹുവേ മുത്തുനബിയുടെ ഉപദേശം കേട്ടു അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അള്ളാഹുവിന്റെ ദീനിന്റെ കുടക്കീഴിലേക്ക് മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. മുസ്ലിമായതിന്റെ പേരില് നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവുമുണ്ടല്ലോ. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലകൾക്ക് ചരിവില്, ആ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും പടച്ചവനെ 3 കൊല്ലമാണ് കിടന്നത്. 3 കൊല്ലമാണ് ഇവിടെ കിടന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചില പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങളെ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചിട്ട് അവിടെ കിടന്ന് കാഷ്ടിക്കുകയാ. ആ ചരിവിലൂടെ നടന്നു പോകുമ്പോ അതാ ബിഷപ്പിന്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനങ്ങളാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നവര് എന്റെ പ്രിയമുള്ളവരെ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ആ ബിലാൽ തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കിയിട്ട് അതാ തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലെ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലുകയാ. എന്തിനാ റോഡിലൂടെ വലിച്ചതെന്നറിയുമോ? എന്തിനാണ് കഴുത്തില് കയറിട്ട് വലിച്ചതെന്നറിയുമോ? എന്തിനാണ് ചാട്ടവാറ് കൊണ്ട് തല്ലുന്നതെന്നറിയുമോ? കുടിക്കാൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് കിടന്ന് വലിയുമ്പോ, തൊണ്ട പൊട്ടികെട്ട് കിടന്ന് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയാ. കൊല ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും പാപങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല. പിന്നെ എന്തിനെന്നറിയുവോ? മുസ്ലിമായതിന്റെ പേരിലാ. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മലരാരുണ്യത്തിലിട്ട് തന്റെ നേതാക്കന്മാർ തന്റെ യജമാനനെ വിടന്ന് തല്ലിച്ചതക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമായി പോയതിന്റെ പേരില് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ മരുഭൂമിയിൽ നടന്നു പോകുമ്പോ അല്ലാഹുവേ, ഖുറൈശികൾ ഒരു ആണിനെയും പെണ്ണിനെയും ഇട്ട് തല്ലിച്ചതക്കുകയാ. തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് വാപ്പാനെയും ഉമ്മാനെയും ഇങ്ങനെ തല്ലിച്ചതക്കുകയാണ്. പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. എന്തേ ചെയ്ത തെറ്റെന്നറിയുവോ? അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് ചെയ്തിട്ടും അവര് പദത്തിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? ആരെയാണ് തല്ലിച്ചതയ്ക്കുന്നതെന്നറിയോ? മഹ്ദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു ഒരു ഭാര്യയെയും ഭർത്താവിനെയും മകനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്ത് ചെയ്തിട്ടും ദീനിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കത്തിക്കുകയാണ്. അതാ തീ കത്തിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കൈകാലുകൾ കെട്ടികെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തല താഴ്ത്തുകയാണ്. തല കീഴായി കെട്ടി നിർത്തുകയാണ്. അവിടുന്ന് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. തന്റെ പച്ചയിറച്ചി തീ കാരണം ഇങ്ങനെ കത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ സുമയ്യ
സുമയ്യാ ബീബി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. അതാ ശരീരം മുഴുവനും തീ ഇങ്ങനെ പടരുകയാണ്. അവസാനം മണലിന്റെ മുകളിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലെ തീ എങ്ങണഞ്ഞു. അതാ പച്ചയിറച്ചി കരിഞ്ഞിരിക്കുകയാണ്. വേദന സഹിക്കാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. മുത്തുനബി കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് വിളിച്ചു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ്. സുമയ്യ, നീയും നിന്റെ കുടുംബത്തിലും സ്വർഗത്തിലാ. പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ. ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യാ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനെന്നറിയുമോ? ഇവര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവരെന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്താൽ, നമ്മളെ ഇവന്മാര് കൊന്നുകളഞ്ഞാൽ അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയല്ലേ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. ഉറക്കെ പറ, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂജഹലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുന്തമെടുത്തിട്ട് സുമയ്യാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിലൂടെ കുത്തിയിറക്കുകയാ. അതാ തന്റെ വയറ് തുളച്ചിട്ട് വെളിയിലേക്ക് കമ്പി വന്നു. സുമയ്യാ ബീബിയെ ചവിട്ടി തറയിലിട്ടു. ആ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ, അല്ലാഹു വഹദ്. അതാ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തുകയാ. ആ മണ്ണിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹു വഹദ്. ഭർത്താവിന് ധൈര്യം കൊടുക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ സുമയ്യാ ബീവിയെ പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ആ പഴിപ്പിച്ച കുന്തമങ്ങ് വലിച്ചൂരിയിട്ട് സുമയ്യാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് ആ കുന്തമങ്ങ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. എന്റെ പ്രിയമുള്ളവരെ, ത്യാഗം സഹിക്കാ തയ്യാറാകണേ. നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ത്യാഗമാണ് സഹോദര. എത്ര വലിയ പീഡനവും നേരിടാറുള്ള ഒരു മനസ്സാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികള് നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്നാണ്. ഏത് ത്യാഗത്തിനും ഞാനും നിങ്ങളും തയ്യാറാകണം. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കണ്ടോ നബിയേ, എന്റെ പച്ച ഇറച്ചി കുത്തിയെടുത്തിട്ടുണ്ട് നബിയേ. അതാ കമ്പി പഠിപ്പിച്ചിട്ട് ശരീരത്ത് കുത്തിയതാ പച്ച മാംസം എടുത്തിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? മുസ്ലിമായവരെ ഒരു കുഴിക്കകത്തിറക്കി നിർത്തുകയാണ്. മുസ്ലിമായവരെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളെടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബ.
അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ മോനെ, ഒരുപാട് ത്യാഗം സഹിച്ചാലേ നിനക്കല്ല സ്വർഗം തരൂ. ഒരുപാട് ത്യാഗം സഹിച്ചാൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നുമല്ല സഹോദര, ഇതൊന്നുമല്ല സഹോദര, ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യാതൊരു പേടിയുമില്ല, മുസ്ലിമിന് യാതൊരു പേടിയുമില്ല. അല്ലാഹുവേ, അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അവനോട് വിളിക്കാൻ, ജയ് ശ്രീരാമെന്ന് വിളിക്കട. ഒരു മതത്തിന്റെ ഭ്രാന്തന്മാര്, പടച്ചവനെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുന്നില്ല, ചില മതഭ്രാന്തന്മാരുണ്ട്. അതാ പടച്ചവനെ നാൽക്കാലികളെക്കാളും മതപ്പതിച്ചു പോയൊരു വിഭാഗമുണ്ട്. സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചു പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് തല്ലുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. വിളിക്കടാ പേര്, ദൈവത്തിന്റെ പേര് വിളിക്കടാ, വിളിച്ചില്ലെങ്കിൽ കൊല്ലുമട. അവസാനം തന്റെ തലയിലേക്ക് പെട്രോൾ എടുത്തൊടിച്ചിട്ട് എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ എന്ന് പറയുമ്പോ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ, സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാ മോനെ. ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാ. ഇല്ല വാപ്പാ, കൊന്നാലും ഞാൻ വിളിക്കില്ല വാപ്പാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സഹോദര, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നീ ആരെന്നറിയുമോ, നീ ആരെന്നറിയുമോ? ലോകത്ത് മുസ്ലിമീങ്ങൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. നമുക്ക് മരണത്തിന് പേടിയില്ല, നമുക്ക് മരിക്കാൻ പേടിയില്ല. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നീ പുഞ്ചിരി തരണേ അല്ലാ. മരിക്കാൻ നമുക്ക് പേടിയില്ല, നമുക്കൊരു ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. അവൻ അധികാരം കിട്ടണമെന്നോ, അവന് പണം കിട്ടണമെന്നോ, അവന് രാജ്യം മുഴുവനും ഭരിക്കണമെന്നോ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം അതല്ല. അവൻ ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ. ഏതാണ് അവന്റെ അഭിലാഷമെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ച് തൊണ്ടക്കൊടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ആ സമയത്ത് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ. എവിടെ കിടന്ന് മരിച്ചാൽ, നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനാ ആഗ്രഹിക്കേണ്ടത്, അതിനു വേണ്ടിയാ പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ത്യാഗങ്ങൾ സഹിക്കാൻ മുസ്ലിമാണെങ്കിൽ നിന്റെ മുൻഗാമികളെ പിടിച്ചു നിർത്തിയിട്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു, ജീവനോടെ കത്തിക്കും. ശരീരത്തിൽ നിന്നും മാംസങ്ങൾ ഇങ്ങനെ വെട്ടി വെട്ടി മുറിച്ചെടുക്കുമായിരുന്നു. എന്നിട്ടും അവർ രക്ഷപ്പെട്ടു, അവർ ഈമാനിൽ ഉറച്ചു നിന്നു. അതുപോലുള്ള ഒരു ഈമാൻ നമുക്കുണ്ടെങ്കിലേ നമുക്കും രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനെ, എവിടെയാണ് നമ്മുടെ രാജ്യത്ത് എവിടെയോ ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുമ്പോഴും വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാന്ന്, ജീവൻ കിട്ടുമെന്ന്. ഇല്ല വാപ്പ, ഞാൻ വിളിക്കൂല. നമ്മളെ എങ്ങാനും പിടിച്ചു നിർത്തിയുള്ള അവസ്ഥ ആലോചിക്ക്. നമ്മളെ എങ്ങാണം തീയൊന്നും എടുക്കണ്ട, 4 പേര് വളഞ്ഞിട്ട് 4 തല്ല് തല്ലിയാ നമ്മൾ പറയും വേണമെങ്കിൽ അള്ള നീയാതെ വരെ പറഞ്ഞേക്കും. അതാ നമ്മുടെ അവസ്ഥ, നമ്മുടെ ഈമാൻ അതാ.
എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് 4 തല്ല് അപ്പൊ പറയാ നീ തന്നെയാണ് അള്ളാന്ന് വരെ പറയാൻ നമ്മൾ തയ്യാറാ. കാരണം നമുക്ക് ജീവൻ വേണം. സഹോദര, ത്യാഗം സഹിച്ചാലേ നിനക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് മാനസികമായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയാ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നും ഒരു തുടക്കല്ല. ഇതൊന്നും തുടക്കമല്ല. ഇനി വെടിക്കെട്ട് വരാൻ പോവാ. 4 ഭാഗത്ത് നിന്നും തല്ലാൻ പോവാ. റെഡിയായിക്കോ കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി റബ്ബിന്റെ സഹായം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. എന്റെ പ്രിയമുള്ള വയത് ലൈവായത് കൊണ്ട് ഇത്തിരി പരിധികൾ ഇട്ടല്ലേ പറയാൻ പറ്റൂ. ഉള്ള കാര്യം ഞാൻ പറയാ. നമുക്കിനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മുകളിലിരിക്കുന്നവന്റെ സഹായം. അതുകൊണ്ട് ഈമാൻ ഉറപ്പിക്ക്. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അള്ളാഹു ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. 2 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറയുകയാണ്. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ മുഴുവനും പരാതിയാണ്. സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ത്യാഗമാണ് നബിയേ, എവിടെ നോക്കിയാലും പീഡനമാണ് നബിയേ, സഹികെട്ട് നബിയേ, വർഷങ്ങളോളം അല്ലാഹുവേ വല്ലാത്ത പീഡനങ്ങളാ. 13 കൊല്ലമല്ലേ മുത്തുനബി സഹിച്ചത്. 1-2 വർഷമല്ല, 23 കൊല്ലം നുബൂവത്ത് കിട്ടിയതിനു ശേഷം 23 കൊല്ലം. ആ 23 കൊല്ലത്തിൽ 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമില്ല. പീഡനങ്ങളുടെ കാലമായിരുന്നു. പട്ടിണി കിടക്കേണ്ടി വന്നു, ഇല പറിച്ച് തിന്നേണ്ടി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പല്ല് താഴെ വീണുപോയി. പടച്ചവരെ, ഒരുപാട് പീഡനങ്ങൾ. തലയുടെ മുകളിലേക്ക് കൊടലി കൊണ്ടതാ കുടൽമാല കൊണ്ടുവന്നിട്ട് കള്ളരെന്ന് പേര് കേൾക്കേണ്ടി വന്നു. ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, എങ്കിലും നാട് മാറിക്കോ സഹാബാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോക്കോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ മുത്തുനബി അവിടെ നിന്ന് ഹിജ്റ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാ. അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പടച്ചവനെ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാ തയ്യാറെടുക്കുമ്പോ മക്കക്കാര് പറഞ്ഞതെന്തെന്നറിയോ? പോകണമെങ്കിൽ പൊക്കോ, നീ മദീനയിലേക്ക് പോകണമെങ്കിൽ പൊക്കോ. നീ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകണം, ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. നിന്റെ വസ്ത്രത്തോട്, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ പോകടാ, നാട് വിട്ടുപെടുന്ന് പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളോട് പറയുമ്പോ അവരാരും കരഞ്ഞില്ല, അവരാരും നിലവിളിച്ചില്ല, അവരാരും പ്രയാസപ്പെട്ടില്ല. കാരണം എന്തെന്നറിയുമോ? അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവര് പറഞ്ഞിരുന്നത്, പടച്ചവനെ, ലോകത്ത് ഏറ്റവും വലിയവൻ നീയാണല്ലോ, എന്റെ സർവ്വതിനെക്കാളും എനിക്ക് വലുത് നീയല്ല. അവരുടെ മുന്നിൽ പണത്തിന് വിലയില്ല, അവരുടെ മുന്നില് അവരുടെ സമ്പാദ്യത്തിന് വിലയില്ലായിരുന്നു. അവര് പറഞ്ഞു, പടച്ചവനെ, നീയാണ് സർവ്വതിനെക്കാളും വലിയവൻ, എനിക്ക് ഈ ദുനിയാവ് വേണ്ട തമ്പുരാന്. വീട് കളഞ്ഞു, തോട്ടങ്ങൾ കളഞ്ഞു, സമ്പാദ്യം കളഞ്ഞു, കുടുംബം കളഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് അവരെല്ലാവരും മക്കയിലേക്ക് പോകാ തയ്യാറായി. വെറുതെ പറഞ്ഞാ പോരാ, അല്ലാഹുവാണ് വലിയവൻ, എനിക്ക് സർവ്വതിനെക്കാളും വലുത് അല്ലാഹുവാണെന്ന് പറഞ്ഞാ പോരാ. അത് ജീവിതത്തിൽ കാണിക്കണം ചെറുപ്പക്കാരാ, അത് ജീവിതത്തിൽ കാണിക്കണം. ഇട്ടിരുന്ന വസ്ത്രത്തോടെ നടന്നു പോവുകയാണ് സ്വഹാബത്ത്. എത്ര വലിയ പണക്കാരാ പോയതെന്നറിയോ? എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്അബ്.
മിസ്അബ്. അല്ലാഹുവേ, ലോകതാ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, മക്കയിലെ ഈന്തപ്പന തോട്ടങ്ങളിൽ പകുതിയും മിസ്അബിന്റെ ഉമ്മയുടേതാ. അത്രയും വലിയ സമ്പന്നയാണ്. പടച്ചവനെ, ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമേ ധരിക്കാറുള്ളൂ. സാക്ഷാൽ അംബാനി പോലും ഇന്നത് ധരിക്കൂല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തു നിൽക്കുമായിരുന്നു. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ്, ആരോടും പറയല്ലേ നബിയേ, കാരണം മിസ്അബ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയന്നത് ഉമ്മാനെയാ. ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് തന്റെ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. ഉമ്മയുടെ ചെവിയിലെത്തി. മിസ്അബ് തങ്ങളെ വീടിന്റെ അകത്ത് കെട്ടിയിരിക്കുകയാണ്. അതിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഉമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. പുതിയ മതം കളഞ്ഞിട്ട് വരാൻ എന്ത് ചെയ്തിട്ടും മിസ്അബ് തിരിച്ചു വരുന്നില്ല. മിസ്അബ് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ, എനിക്ക് മുത്തുനബിയെ കാണണം, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണം. അവസാനം വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതച്ചിട്ടു. ഉമ്മ പറഞ്ഞ് ഇവനെ കൊണ്ട് വലിച്ചെറിയാറ് വീടിന്റെ വെളിയിലേക്ക് തല്ലിച്ചതച്ചിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് നടക്കുമ്പോ സമ്പന്നയായ ഉമ്മ വിളിക്കുന്നു, മിസ്അബ്, പോകല്ലേടാ മിസ്അബ്, ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ, മുഹമ്മദിന്റെ കൂടെ പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ല മിസ്അബ്. മിസ്അബിന്റെ ഉമ്മയങ്ങ് വിളിച്ച് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇട്ടിരുന്ന കമീസങ്ങടിക്കുകയാണ്, ധരിച്ചിരുന്ന കമീസങ്ങടിക്കുകയാണ്. ആ കമീസ് അടിച്ചെടുത്തിട്ട് തന്റെ ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന, ഉമ്മ, ഇത് നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വേണ്ടത്. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ മിസ്അബിനെ വിളിക്കുന്നു, എടാ മിസ്അബ്, ഇനി ഒരിക്കലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്. നിന്റെ നാവ് കൊണ്ട് എന്നെ ഉമ്മ എന്ന് വിളിക്കുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരല്ലോ. മിസ്അബിനെ ഉമ്മ ശപിക്കുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു മോനെ. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്അബ് ഉണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ മിസ്അബ് ഇങ്ങനെ നടന്നു വരികയാണ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോ പ്രവാചകന് കരയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. മിസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ കരയുന്നത്, എന്തിനാ നബിയെ കരയുന്നത്? മിസ്അബേ, ഇതെന്ത് കോലമാണ് മിസ്അബേ? 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച ഒരേ ഒരു പുതപ്പ്, 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. അതല്ലാതെ ഒന്നുമില്ല. മുത്തുനബി ജദാ കണ്ടട്ടാ കരയുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഈ മിസ്അബിനെ നീ പഠിക്കണമടാ പൊന്നുമോനെ. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുത്തുകൊണ്ട്
സ്വഹാബികൾ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സ്വഹാബികൾ കരയുന്നുണ്ട്. അള്ളാന്റെ റസൂല് ചോദിച്ചു, ആരുടെ ജനാസയാ? മിസ്അബിന്റെ ജനാസയാണ് നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തേ നിങ്ങൾ മയ്യത്ത് പൊതിയാത്തത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. തലമറയ്ക്കുമ്പോൾ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോൾ തല വെളിയിലാണ്. എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് പൊതിയാ പോലെ തുണിയില്ല. അവസാന തലമറച്ചിട്ട് കഫൻ പൊതിഞ്ഞു, രണ്ട് കാലും വെളിയിലാണ്, പൊതിയാ തുണിയില്ലാതെ പുല്ല് പറിച്ച് കെട്ടിവെച്ചിട്ടാണ് കബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ വെറുതെ മുസ്ലിം എന്ന് പറഞ്ഞാ പോരാ. പണത്തിന് വേണ്ടി അള്ളാന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? അധികാരത്തിന് വേണ്ടി പടച്ചറബിന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വളച്ചൊടിക്കുന്നവരുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരാ, എങ്കിൽ ഹിജറ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, സർവ്വതിനേക്കാളും വലുത് അള്ളയാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഒന്നാമത്തെ കാര്യം, മുസ്ലിമാണെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. രണ്ട് അള്ളാഹുവാണ് സർവ്വതിനേക്കാളും വലുതെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന് അല്ലാതെ എന്തെങ്കിലും വരുമ്പോ നിലവിളിയും ബഹളവും തുടങ്ങും. ഇപ്പൊ എല്ലാം സാമ്പത്തികമായിട്ട് ഏകദേശം തകർന്ന് തരിപ്പണമായിരിക്കുക. എല്ലാരും പറയുന്നത് ഓന്റെ നെഞ്ചത്തോട്ടാ കയറുന്നത്, ഓന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് കിട്ടാനാപ്പാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാരും GST കൊണ്ടുവന്നതിനെതിരെ, നോട്ട് നിരോധനത്തിനെതിരെയൊക്കെ എല്ലാരും ആഞ്ഞടിക്കുക. ഒരടിയും വേണ്ട. അള്ളാഹു തീരുമാനിച്ചതാ ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതാ വിശ്വാസം, അതാണ് വിശ്വാസം. എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? പറഞ്ഞങ്ങാതിമാരെ കഴിക്കോ? എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ തിന്നോ? എന്റെ പേരെഴുതിയ ദോശ നിങ്ങൾ തിന്നോ? തിന്നൂല. നിന്റെ പേരെഴുതിയ ദോശ ഞാൻ തിന്നോ? തിന്നൂല. അത് എനിക്ക് തന്നെ ഉള്ളത്, നിനക്കുള്ളത് നിനക്ക് കിട്ടേണ്ട പൈസ നിനക്ക്, എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക്. അത് എനിക്ക് മാത്രമേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. ഇതെന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുക, അതേ കിട്ടൂ. അല്ലാതെ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചോദിക്കൂ, ഉസ്താദെ എന്തേ ഉസ്താദെ ഈ പ്രതിസന്ധി, എന്തേ ഉസ്താദെ ഈ പ്രയാസം? ആ പ്രയാസത്തിന് കാരണം മോഡി സാറല്ല, നീ തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നേരെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ചങ്ങാതിയുടെ ഭരണമൊന്നുമല്ല. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെ, വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നീ നന്ദി കാണിക്കാതെ വന്നപ്പോ അള്ളാഹ് തരുന്നത് അങ്ങ് നിർത്തി, അത്രയേ ഉള്ളൂ. എടാ, നീ അള്ളാഹിനോട് നന്ദികേട് കാണിച്ചപ്പോ, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ വന്നപ്പോ തന്നുകൊണ്ടിരുന്ന വരവങ്ങ് കുറച്ചു കളഞ്ഞു, അത്രയേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പേടി, നമ്മൾ ആരെ ഭയപ്പെടാൻ, നമുക്ക് എന്തിനു പേടിക്കാൻ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവെ ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിലെ? എന്നോട് ചോദിച്ചാ പറയും ഞാനാ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ആരാപ്പ അറിയുക? അമീൻ, ആരാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസുഫ് അലി സാഹിബ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അംബാനിമാര്. ലോകത്തിലെ ആരാപ്പ? എന്റെ അടുത്ത് ചോദിച്ചാൽ പറയും പത്തനാപുരത്തുകാരനായ സിറാജാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്തേ കാരണം? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണം ഉള്ളവനല്ല. അത് പഠിക്ക്. പണം ഉള്ളവനല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കമ്പും കുത്തി, ഒരു ടാർപ്പയും വലിച്ചു കെട്ടി, ഒരു സാരിയും ചുറ്റി, കഞ്ഞിയും പയറും കുടിച്ചിട്ട് അൽഹംദുലില്ലാ ഇതെങ്കിലും ഉണ്ടല്ലോ, സന്തോഷം. അത് തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ റോഡിൽ കുഴിയെടുക്കാൻ പോകുന്ന അണ്ണാച്ചിമാരെ കണ്ടിട്ടുണ്ടാ?
ഈ റോഡിൽ കുടിയെടുക്കണില്ലേ? രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു 500-1000 കിട്ടി രണ്ടുപേർ കൂടെ. രണ്ടുപേരും കൂടെ കായംകുളത്ത് പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയി നല്ല തട്ടുദോശയും ഓംപ്ലേറ്റും അടിച്ചിട്ട് രണ്ടും കൂടെ വന്നിട്ട് കടത്തിനങ്ങട്ട് കേറിയിട്ട് കെട്ടി പിടിച്ചെടുന്നിട്ട് അങ്ങോട്ട് ഉറക്ക. എന്തൊരു സുഖമെന്നറിയോ? ലോകത്ത് ആരോടും അവർക്ക് അസൂയയില്ല, ഒരാളോടും പരാതിയില്ല. കറണ്ട് ബില്ലടക്കണ്ട, ടാക്സ് അടയ്ക്കേണ്ട, അള്ളാഹു വീടിന്റെ വാടക കൊടുക്കണ്ട, ഒന്നും വേണ്ട. നാളെ രാവിലെ വരെ കെട്ടിയവനും കെട്ടിയവളും കൂടെ സുഖിച്ചുറങ്ങ. അതാ ജീവിതം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ നമുക്കെല്ലാം ഉണ്ട് എന്നിട്ട് അയൽവാസി മുടിയാൻ അവന് നെത്തിങ്കാനയിലാകാൻ, ഇത് നമ്മുടെ ചിന്ത. അതാ നമ്മുടെ ചിന്ത. നമുക്ക് ആർത്തിക പിന്നെയും 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 കൂട്ടണം, വീണ്ടും വാരി കൂട്ടണം. അല്ലാതെ അല്ലാഹ് ഇത്രയൊക്കെ ആയല്ലോ അൽഹംദുലില്ലാ ഉള്ളത്, അതല്ല, വീണ്ടും കൂട്ടാനുള്ള ആർത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പേടിയും ഭയവും ഒന്നും വേണ്ട, നല്ലതുപോലെ ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ ഒരു കാര്യം ചെയ്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട, ഒരുത്തന്റെ വീട്ടിലും പോയി പിരിവെടുക്കണ്ട, ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? വേണമെങ്കിൽ ചെയ്യും, എനിക്കൊന്നുമില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പെണ്ണുമ്പളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. നീ ചെയ്താ നിന്റെ കുടുംബവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചെയ്യോ? ചെയ്യാന്ന് നിയത്തിന്നവർ കൈവക്ക്. കാക്ക പേടിക്കണ്ട, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല. ഉമ്മ പറയാ അങ്ങനെ ഊരാനെങ്ങാണ്ട് തുടങ്ങാൻ പോവാന്ന്. ഇല്ലുമ്മ ഇട്ടോ, സ്വർണത്തിന് ഭയങ്കര വിലയാ. താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോകുന്നടി മോതിരൊക്കെ മുറുകെ പിടിച്ചോളാൻ. ഒരു കെട്ടിയവും പറയാ, അങ്ങാര വഴുതിന് വരുന്നത് നീ ഊരി വെച്ചിട്ട് പോ, അങ്ങാര് കരയുന്നത് കാണുമ്പോ ഊരി കൊടുക്കുമെന്ന്. ഇതാ അവസ്ഥ. ഇപ്പൊ വഴുതിന് പോകുമ്പോ ഭർത്താവ് പറയണത് ഊരി വെച്ചിട്ട് പോയാൽ മതി. കാരണം എന്തേ? പോയാ ഊരി കൊടുക്കുന്നു. ഇങ്ങടെ ആരുടെ 5 നയാ പൈസ നമുക്കൊന്നും വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ കാര്യം ചെയ്താൽ, ഒറ്റ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് 2 ലാഭം തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരൊക്കെ രാജ്യം ഭരിച്ചാലും, എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ അത് ബാധിക്കൂല. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടം എന്തെന്നറിയുമോ? ഏത് കാര്യമെന്നറിയുമോ? أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقه والعاقبة للتقوى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, സിറാജെ, നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണും പിള്ളയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം, എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ല പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുകയാണ്, നീ തേടി നടക്കണ്ട സിറാജെ. നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റാസിക്ക്, ഞാനാ തരുന്നവൻ, ഞാനാടാ നിന്റെ റബ്ബ്. നിന്നെ പടച്ചത് ഞാനാടാ, നിനക്ക് സമ്പത്തും സർവ്വതും തന്നത് ഞാനാടാ. തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് വരെ ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കഴിക്കാനുള്ള ഭക്ഷണം ആര് തരും? ഉറക്കെന്ന് പറഞ്ഞ ആര് തരും? അപ്പൊ ചോദിക്കും, ഉസ്താദ് അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട, വീട്ടിൽ വരൂല്ലേ? അതന്നെ. അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദെ? എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ ആകാശത്ത് നിറക്കോ? അതാ ചോദ്യം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയാ ആര് കൊടുക്കും? ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ കവറിൽ നിന്ന് പാഴ്സൽ അയക്കോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്ന് അയച്ചു കൊടുക്കും? പള്ളിക്കാട്ടിൽ നിന്ന്, കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ? ഇല്ലല്ലോ. അപ്പൊ ആരാ കൊടുക്കണേ? പറതാത്തമാരാരാ കൊടുക്കണേ?
അല്ല എന്താ ഇപ്പൊ ഇല്ലേ? നിങ്ങൾക്കിപ്പോ ജോലി ഇല്ലേ? എടാ അനിയ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. കാലുണ്ടാ നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ? കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ബുദ്ധിയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ഇല്ല. ഇതൊക്കെ തന്നതാരാ? അള്ളാ. മാറ്റാനും അള്ളാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട, മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 നല്ല മരണം. അല്ല പറയാ, വേണോ? ആർക്കെങ്കിലും വേണോ നല്ല മരണം? വെള്ളിയാഴ്ച രാവി മരിച്ചിടക്കിടണ്ടോ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവേ കൊതി തോന്നാറുണ്ട്. മയ്യത്ത് കാണുമ്പോ ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നുമ്പോ, എന്താടാ ആമിന കിടക്കണ കിടപ്പുണ്ടോടി ഐഷ, എന്തൊരു ചിരിയാടി, വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ടാ, എന്താടി ഇവള് ചെയ്ത്? അതാ ചോദിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഇവിടെ പണം കൊടുത്തോ, അധികാരം കൊണ്ടോ, കുടുംബ മഹിമ കൊണ്ടോ കിട്ടുവോ? കിട്ടൂല. ഒരു നല്ല മരണമാർക്കെങ്കിലും വേണോ? ഞാൻ തരാം. അല്ല പറയുകയാ. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ചില വാപ്പ, ഉസ്താദ് എന്റെ വാപ്പ റമദാൻ മാസത്തിലാ ഉസ്താദെ മരിച്ച്, 17-ാം രാവിലെ. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മച്ചി മരിച്ചേ. പറയണട്ടാ വിചാരിക്കും ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുമെന്ന്. പറയണിട്ടാ വിചാരിക്കും നമുക്ക് ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു, നിനക്കെന്നെ കിട്ടാനോ ഒന്നും കിട്ടൂല. എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും, നമുക്കൊന്നും കിട്ടൂല. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ? അല്ലാ ചങ്ങാതിമാരെ വിടുവോ? വിടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടും. 5 നയാ പൈസയുടെ ചെലവില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും. എന്ത് ചെയ്യണമെന്നറിയുമോ? 5 നേരം നീ നമസ്കരിച്ചാൽ വൽആഖിബത്തു ലിത്തഖ്വാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനാ ഇത് പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. 5 നേരം നിസ്കരിച്ച് റാഹത്തായിട്ട് നടക്ക്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് വേണ്ട 2ാമത്തെ കാര്യം, സർവ്വതിനെക്കാളും വലുത് അല്ലാഹ് പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് അതങ്ങ് ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാണ്. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകാൻ പറഞ്ഞു. സഹാബികൾ മുഴുവനും ഹിജറ പോയി. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി. ഏറ്റവും അവസാനം എല്ലാരും പോയി. ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ. പിന്നെയുള്ളത് കയ്യിലെണ്ണാവുന്ന സഹാബികൾ. ഒന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, മഹാനായ നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും. ഈ പ്രകടനം എല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. ലാത്തി ചാർജ് തുടങ്ങുമ്പോ കണ്ടിട്ടുണ്ടോ? നേതാക്കിനെ കാണാൻ പറ്റുമോ? അപ്പൊ ഓടി രക്ഷപ്പെടുക. ഏത് നേതാവാ തല്ലുകൊള്ളാതിരിക്കണത്? എടാ അടിയടാ പിടിക്കടാന്ന് ഓർഡർ ഇടാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത്. എങ്കിലും മുത്തുനബി അങ്ങനെയല്ല. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം. എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ വീടിന്റെ അകത്ത് ഹിജറ പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ, ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ്. 7 ഗോത്രക്കാര് മുഴുവനും തീരുമാനമെടുത്തു, മുഹമ്മദിനെ കൊല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഉരി പിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിലിറങ്ങി വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ, അങ്ങ് യാത്രയ്ക്ക് തയ്യാറെടുത്തോ. മുത്തുനബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണേ. ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം, എന്നിട്ട് ഓതണം വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നബിയേ, ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചൊന്നെറിയണേ നബിയേ. ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അലിയേ, ഇവിടെ കിടന്നുറങ്ങലിയോ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയോ. അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതിൽ തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും. അവിടെ നീ ആയത്തോതിയിട്ട് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നുപോയി. അള്ളാന്റെ റസൂല് നടന്നുപോയി. പടച്ചവനെ സ്നേഹിച്ചാൽ അങ്ങനെയാണ്, അള്ളാനെ കൊണ്ട് വിശ്വസിച്ചാൽ അങ്ങനെയാണ്. ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്. പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നുപോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുക. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, വരുന്നു അബൂബക്കറേ, എന്റെ കൂടെ വരുന്നു അബൂബക്കറേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കേണ്ട താമസം അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്ക് എടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ്, എന്റെ ചുമലിൽ കയറി നബിയോ, എന്റെ ചുമലിൽ കയറി നബിയോ. നടന്നാൽ കാൽപ്പാടം പിന്തുടർന്ന് ഇവന്മാര് വരും നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് ചുമലിൽ കേട്ടു. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർ ദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാം. മുത്തുനബി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാൻ വല്ലാത്ത തിരക്കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കഷ്ടപ്പെട്ട പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ആ ഗുഹ തേടി പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടന്നുപോയി. അവിടുന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ, ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കേറിയിരിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയങ്ങ് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു. അല്ലാഹുവിന്റെ റസൂല് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ മുത്തുനബിയുടെ മടിയിൽ മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂബക്കറെ നിനക്ക് എന്ത് പറ്റി? യാ റസൂലല്ലാഹ്, ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ,
ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ. അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. മുത്തുനബി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ ഒരാൾ കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയുവോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ല നമ്മുടെ കൂടെയില്ലേ? അല്ല നമ്മുടെ കൂടെയില്ലേ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ. നോക്കണമെങ്കിൽ അള്ളയല്ലേ തീരുമാനിക്കേണ്ടത്. മുസ്ലിമേ, അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. അല്ല നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയ പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ കാര്യം, അബൂബക്കർ, അല്ല നമ്മുടെ കൂടെയില്ലോ, അല്ല നമ്മുടെ കൂടെയില്ലോ. എന്റെ സഹോദരാ, തവക്കലാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. റബ്ബിനെ അങ്ങ് ഏൽപ്പിക്ക കാര്യങ്ങൾ. അള്ളാഹിനെ ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂബക്കർ തങ്ങള് ഗുഹയ്ക്കകത്തിരുന്നിട്ട് കൈകാലങ്ങിട്ട് വിറയ്ക്കാൻ. നബി ചോദിച്ചു, എന്താ അബൂബക്കറെ? നബിയെ വാളും പിടിച്ചോണ്ട് ദോ മോളി നിക്കണ നബിയെ. നബിയെ അവനൊന്ന് താഴേക്ക് നോക്കിയാൽ മതി, നമ്മളെ കാണും, കൊന്നുകളയും നബിയെ. പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തുനബി ചിരിച്ചുകൊണ്ടിരിക്കുക, അല്ല നമ്മുടെ കൂടെ ഇല്ലേന്ന്. അല്ല നമ്മുടെ കൂടെ ഇല്ല, എന്തിനാ പേടിക്കണേ? ഓൻ കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ. സഹോദര, ഇതാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും അള്ളാഹിനെ കുറിച്ചിട്ട് വിശ്വാസം ഇല്ല. എല്ലാം അവനവന്റെ കാര്യം, അപ്പന ഇതെന്റെ സ്വന്തം കാര്യം, എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കതല്ല. റബ്ബിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രതിസന്ധി, ഏത് പ്രയാസത്തിലും, എത്ര വലിയ വിപത്തിലും, ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞ തവക്കൽതു അലല്ലാഹ് പറങ്ങട്ട് ഈമാനോടെ പറ. ഏതൊരു കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉഷാർ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്.
പോരാതങ്ങട്ട് മനസ്സുകൊണ്ട് പറ, നാവ് കൊണ്ട് വേണ്ട, മനസ്സുകൊണ്ടങ്ങട്ട് പറ. ഏത് കാര്യം അല്ലാ, ജോലിക്ക് പോവാ പടച്ചോനെ നോക്കിക്കോണം, കച്ചവടത്തിന് പോവാ അല്ലാ നോക്കിക്കോണം. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പരീക്ഷയ്ക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോ, പടച്ചോ നോക്കിക്കോളൂ എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിറങ്ങി 3 ദിവസത്തോളം അതിന്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി, മക്കയുടെ ഭാഗത്തേക്ക്, കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിന്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു മക്കയോട്, നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല. ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി പറയുകയാ, നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക്. നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വാരി കെട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുന്ന ഒരു കാലത്താ നമ്മളും ജീവിക്കുന്നത്. ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നൊരു കാലഘട്ടം. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലൊരു അവസ്ഥയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു. മുത്തുനബി മദീനത്തേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോകുകയാ. മദീന നിവാസികൾ മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ, മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസാറുകൾ മുഴുവനും തയ്യാറായി. മരത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആദ്യം എനിക്ക് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വരുന്നത് മുത്തുനബി അങ്ങനെ ആരും കണ്ടിട്ടില്ല. മദീനക്കാരധികം പേരും കാണാത്തവരായതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കാണാനും മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. പടച്ചവനെ, മദീന നിവാസികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. മുത്തുനബി അടുത്തേക്ക് വരുമ്പോ അല്ലാഹുവേ അവിടെ നിന്ന് പാടുകയാണ്. സന്തോഷം കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണേണ്ട താമസമുണ്ടല്ലോ. മുഹാജിരീങ്ങളെല്ലാം അൻസ്വാരികളുണ്ടല്ലോ. ആ മദീന നിവാസികൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തൊരു മുസ്ലിമിന് വേണ്ട നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ? ആ അൻസ്വാരികളെ പോലെയാകണം നമ്മൾ. ഒന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രത്തോട് ഉണ്ടായ സമ്പത്ത് മുഴുവനും, തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കത്തിട്ടിട്ടു അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസാരികളായ സ്വഹാബി കയ്യിൽ പിടിക്കുകയാ. അവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ടല്ലോ. ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞങ്ങളുണ്ടല്ലോ. എനിക്ക് 2 വീടുണ്ട്, ഒരു വീട് നിങ്ങളെടുത്തോ. എനിക്ക് 2 വാഹനമുണ്ട്, 2 കുതിരയുണ്ട്, 2 ഒട്ടകമുണ്ട്, 1 നീ എടുത്തോ. എന്റെ 2 തോട്ടങ്ങളിൽ ഒരു തോട്ടം നീ എടുത്തോ. എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാ. മദീനക്കാരായ അൻസ്വാരികളുണ്ടല്ലോ, മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞാനുണ്ട്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി തരാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട 4ാമത്തെ ഗുണം, ഈ ഗുണമാണ് വേണ്ടത്. പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്.
മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്, കേറിക്കിടക്കാ വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് പാപങ്ങളുണ്ട്. പടച്ചവനെ, ലോണിലും പലിശയിലും പെട്ടുപോയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. പ്രായപൂർത്തിയായ പെമ്മക്കളെ വീടിന്റെ അകത്ത് വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കാ വഴിയില്ലാതെ സുജൂദിൽ കിടന്ന് കരയുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട്. എത്രയോ യതീമായ മക്കളുണ്ട്. സഹോദരാ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കാണാത്തവനെ പോലെ നടക്കല്ലോ. അതൊരു മുസ്ലിമിന്റെ ധർമ്മമാണ്, ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും സഹാബികളെയും ആ മദീന നിവാസികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിരീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സ്വഹാബത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് അൻസാരിങ്ങൾ പറയുകയാ, എന്റെ 2 വീട്ടിൽ ഒരു വീട് നിനക്കിണ്ണ എടുത്തോ, എന്റെ സമ്പാദ്യത്തിൽ പകുതി സമ്പാദ്യം നിങ്ങൾക്ക്, എനിക്ക് അവിടെ ഇവിടൊക്കെ ഈന്തപ്പന തോട്ടമുണ്ട്, ഒന്ന് നിനക്ക് ഒന്നെനിക്ക്. അൽഹംദുലില്ലാ. എന്തിന്? 2 ഭാര്യമാർ, കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയോട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്റെ കൂടപ്പുറപ്പിന് വേണ്ടിയ തലാഖ് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട് 2 വീടുണ്ടെങ്കിൽ ഒരു വീട് കൊടുക്കാൻ ഞാൻ പറയണില്ല. നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് പറയണില്ല. നിന്റെ കടമെടുത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ പെണ്ണുമ്പിള്ളയെ കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. അതൊന്നും ഞാൻ പറയണില്ല. അത് വേണമെങ്കിൽ ചിലർ തയ്യാറാ. കാരണം എന്ത്, എങ്ങനെയും ഒന്ന് ഒഴിച്ചു കിട്ടിയാൽ ചിന്തിക്കുന്ന എങ്ങനെ ഉണ്ടല്ലോ. എടുത്താണെങ്കിൽ പോട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ. വല്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പാപങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അള്ളാഹുവെ, ഒരു നേരത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവര് കുറ്റിത്തെരുവി ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒരാൾ ഈ നാട്ടിലുണ്ടോ ഉസ്താദ്? എന്നോട് ചോദിക്കും. ഈ നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇല്ലാന്ന്. ആരാ പറഞ്ഞ ഇല്ലാന്ന്? നീ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാ. ചിലപ്പോ നിന്റെ കുടുംബത്തിൽ തന്നെ കാണും, നിന്റെ വീടിന്റെ പരിസരത്ത് കാണും. നീ നോക്കൂല. കാരണം എന്ത്? നിനക്കത് നോക്കാനുള്ള സമയവുമില്ല, അതിനുള്ള മനസ്സുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.